ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൺത ചുഴലിക്കാറ്റ് കരതൊട്ടു. ആന്ധ്രാപ്രദേശിലെ മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിലാണ് ചുഴലിക്കാറ്റ് വീശിയടിക്കുന്നത്. മണിക്കൂറിൽ ഏകദേശം 110 കിലോമീറ്റർ വരെ വേഗത്തിലാകും ആദ്യ മണിക്കൂറുകളിൽ മോൺത വീശിയടിക്കുക എന്നാണ് മുന്നറിയിപ്പ്. ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 30,000-ഓളം ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ റദ്ദാക്കി. ഏറ്റവും പുതിയ വിവരങ്ങൾ മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് നൽകും. റഹീസ്, എന്താണ് സാഹചര്യം? രാത്രിയിൽ അത് തീരം തൊട്ടിരിക്കുന്നു. അത് ഏതാണ്ട് 100-110 കിലോമീറ്റർ വേഗതയിൽ തീരത്തടിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്നോ? വിജയകുമാർ, മോന്ത ചുഴലിക്കാറ്റ് അതിൻ്റെ ഒരു സ്വഭാവത്തിൽ, അതിൻ്റെ ഒരു വേഗതയിൽ തീരത്തേക്ക് അടിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ടോ. മച്ചിലിപട്ടണത്തിന് അടുത്തായിട്ടാണ് ഈ ചുഴലിക്കാറ്റ് തീരം തൊട്ടത്. അതിനുശേഷം ഇപ്പോൾ സമീപ ജില്ലകളിലൊക്കെയും ശക്തമായ മഴ പെയ്യുന്നുണ്ട്, കാറ്റ് വീശുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 13 ജില്ലകളിലാണ് പ്രധാനമായിട്ടും അതിശക്തമായ മഴ പെയ്യുന്നത്. മറ്റ് 8 ജില്ലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 21 ജില്ലകളെ സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് ആന്ധ്രയിൽ ഈ ഒരു ചുഴലിക്കാറ്റ് മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒഡീഷയിൽ 8 ജില്ലകളിൽ സാരമായ മഴ, അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളിലായി ഏതാണ്ട് 10-30ഓളം ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. കാറ്റും തീവ്രമായി അടിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ 3 ജില്ലകളിലായി പലയിടങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പല ജില്ലകളിലും വൈദ്യുതി ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഈ ജില്ലകളിലൊക്കെയും പ്രകടമാണ്. അതിനപ്പുറത്തേക്ക് ഈ 50,000-ഓളം ആളുകളെ, ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേറ്റ് അനുസരിച്ച് 50,000-ഓളം ആളുകളെയാണ് ഈ 2 സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒക്കെ മാറ്റിയിരിക്കുന്നത്, സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ അത് മാറുന്നു. SDRFിന്റെയും NDRFിന്റെയും സംഘങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്, സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു. ഒപ്പം വില്ലേജ് റെസ്പോൺസ് ടീമും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ 2 സംസ്ഥാനത്തെയും മുഖ്യമന്ത്രിമാർ അതത് കേന്ദ്രങ്ങളിൽ ഇരുന്ന് ഓരോ പ്രദേശങ്ങളിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, മതിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും അടുത്ത 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ വലിയ അതിനിർണായകമായിട്ടുള്ള സമയമാണ്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടാകുമെന്ന് അറിയുന്നതും ഈ സമയത്ത് തന്നെയാണ്. എന്തായാലും ആന്ധ്രാപ്രദേശും ഒഡീഷയും അതീവ ജാഗ്രതയിലാണ്. വിജയകുമാർ, യെസ്, അടുത്ത 2-3 മണിക്കൂർ വളരെ നിർണായകമാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങൾ ആ മേഖലയിൽ ഉണ്ടായി എന്നൊക്കെ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. 50,000-ഓളം പേരെ വിവിധ കേന്ദ്രങ്ങളിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വലിയ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആഘാതത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങൾ സംസ്ഥാന ഭരണകൂടങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മുഹമ്മദ് റഹീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.